രാജിയിലേക്ക് തന്നെ പോകാം. 11 മണിക്കാണെന്ന് തോന്നുന്നു അല്ലേ അവരുടെ പ്രധാനപ്പെട്ട യോഗം, നിയമസഭാകക്ഷി യോഗം ചേരുന്നുണ്ട് പാർട്ടിയുടെ. കേജ്രിവാൾ ഇന്ന് രാജിവെക്കും എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. വൈകിട്ട് 4 മണിക്കാണ് കേജ്രിവാളിന്റെ രാജി ഉണ്ടാവുക. ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുമെന്നാണ് പറഞ്ഞത്. ഒരു നിർണായകമായ നീക്കമായിരുന്നു കേജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഉപാധികൾ കർശനമായ ഉപാധികളാണ് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഭരണനിർവഹണം നടത്തുക എന്നത് ബുദ്ധിമുട്ട് ഏറിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഒരു രാജി പ്രഖ്യാപനം നടത്തുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് കേജ്രിവാളിന്റെ നിയമസഭാ കക്ഷിയോഗം ചേരുന്നുണ്ട്. പുതിയ മുഖ്യമന്ത്രിയെ ആരാണ് പുതിയ മുഖ്യമന്ത്രി? അതിഷി, അതുപോലെ തന്നെ ഗോപാൽ റായ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. പക്ഷെ അതിഷിക്കായിരിക്കും കൂടുതൽ മുൻഗണന എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മമതാ ബാനർജിക്ക് ശേഷം ഉള്ള ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന ഒരു ക്രെഡിറ്റ് കൂടെ അങ്ങനെ ഒരു ചരിത്രം കൂടെ അതിഷിക്ക് കിട്ടും. ഒപ്പം തന്നെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്, ആപ്പിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അതിഷി. മാത്രമല്ല കേജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ അവിടുത്തെ ചുമതലകളൊക്കെ വഹിച്ചതും അതിഷിയാണ്. ഈ ഒരു സാഹചര്യം കൊണ്ട് അതിഷിക്ക് ഒരല്പം മുൻഗണന കിട്ടുന്നുണ്ട്. ഏതായാലും 11 മണിയോടുകൂടി ആരാണ് പിൻഗാമിയാവുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും. വൈകിട്ട് 4 മണിക്ക് ലഫ്റ്റനന്റ് ജനറലിന് കത്ത് കൈമാറും. ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലുള്ള ഡോക്ടർമാരുമായി മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 3 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാം എന്ന് മമതാ ബാനർജി ഇപ്പോൾ ഉറപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ ഡയറക്ടർ, ഒപ്പം തന്നെ കൊൽക്കത്തയിലെ പോലീസ് ചീഫ്, ഇവരെ 3 പേരെയും മാറ്റാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഈ 3 കാര്യങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഡോക്ടർമാർ സമരം നിർത്തണം എന്നൊരാവശ്യം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പോസിറ്റീവായ ഒരു റിപ്ലൈ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ, കൊൽക്കത്തയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവത്തിൽ സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഇന്ന് വാദം നടക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വാദം നടത്തുക. ഒപ്പം അതോടൊപ്പം തന്നെ സുപ്രീം കോടതി അതോടൊപ്പം തന്നെ ഈ കേസിൽ, അതായത് സ്വമേധയാ അടുത്ത കേസിലാണ് സുപ്രീം കോടതി വാദം നടത്തുകയും ചെയ്യുക. ഇങ്ങനെയുള്ള വാർത്തകളാണ് ഇന്ന് ദേശീയ വാർത്തകളായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ രാവിലെ നടക്കുകയാണ്. ഇന്നലെയായിരുന്നു പരസ്യ പ്രചാരണം അവസാനിച്ചത്. 24 ആകെയുള്ള 90 മണ്ഡലങ്ങളിൽ 24 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് നാളെ വോട്ടെടുപ്പ് നടക്കുക. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടി എന്ന ഒരു പ്രാധാന്യം കൂടി ഈ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിനുണ്ട്. ഒപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തോതിലുള്ള ഭീകരാക്രമണം, അതായത് ഭീകരരും സൈനികരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉൾപ്പെടെ ജമ്മു കാശ്മീരിൽ ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തീർച്ചയായും അങ്ങനെ ദേശീയതലത്തിൽ ഒരുപാട് വാർത്ത. മറ്റൊരു വാർത്ത സുവി, യുപിയിലെ പടക്ക നിർമ്മാണശാല സ്ഫോടനം. അതെ, ഇന്ന് രാവിലെയാണ് പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം ഉണ്ടായത്. 4 പേരാണ് മരിച്ചത്. അതിലൊരു 3 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. ജനവാസ മേഖലയിലായിരുന്നു എന്നുള്ളതാണ്. ജനവാസ മേഖലയിലായിരുന്നു, ഒരു വീട് പോലെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. 10 പേരെ പുറത്തെടുത്ത് ഇനിയും അതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപകടത്തിന്റെ വ്യാപ്തി കൂടുമെന്നാണ് അതൊക്കെയാണ് ദേശീയ വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ ബർത്ത്ഡേ ആണ്. 74ാം പിറന്നാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിന്റെ ആഘോഷങ്ങൾ ഉണ്ടാകും അല്ലെ അവിടെ? സ്വാഭാവികമായും ഉണ്ടാകും.